ഇനി അന്വേഷിക്കേണ്ട ദേവികയെക്കുറിച്ചല്ല, മേഡത്തെയും നന്ദനെയും കുറിച്ചാണ്. ഇവിടെ ഇപ്പോൾ ഒരു രഹസ്യ സ്വഭാവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ മേഡവും നന്ദനും എന്തിനാ ഇതൊക്കെ മൂടി വെച്ചെന്ന് അന്വേഷിക്കേണ്ടത്. അമ്മ KK നായരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെന്ന് ഗിരി സംശയിക്കുന്നുണ്ടോ? ഞാൻ സംശയിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണ്ടേ? മാഡത്തിന്റെ നന്ദന്റെ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. എന്തായാലും നിസ്സാര കാര്യത്തിന് വേണ്ടി ചന്ദ്രോത്ത് എന്ന ആരും ഇക്കാര്യത്തിൽ ദേവികയെ നിർബന്ധിക്കില്ല. പ്രത്യേകിച്ച് സിദ്ധാർത്ഥൻ സാറും ദേവികയും പ്ലാന്റിനെ എതിർത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ. ഈശ്വര, ഗിരി പറഞ്ഞത് കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. ഞാനൊന്ന് അമ്മയെ വിളിച്ച് ചോദിച്ചാലോ? ചോദിക്കും, ഇപ്പൊ തന്നെ പറയും. സ്വന്തം ഭർത്താവിനോട് പറയാൻ മനസ്സ് കാണിച്ചാൽ മതിയായിരുന്നു. സിദ്ധാർത്ഥൻ സാർ MLA ആയിരുന്നപ്പോ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ പദ്ധതി ദേവിക MLA ആയപ്പോ സാധിച്ചെടുത്തു. ഒന്നുകിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്. പണം തന്നെയാണ് ലക്ഷ്യമെങ്കിൽ നിന്റെ അമ്മയും ആങ്ങളെ എന്നെങ്കിലും പിടിക്കപ്പെടും. പണത്തിന് വേണ്ടിയല്ലെങ്കിൽ മറ്റെന്തോ വലിയൊരു കുരുക്കിൽ പ്രഭാമേടത്തെ അല്ലെങ്കിൽ നന്ദനെ ആരോ കുടുക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. കണ്ടോ കണ്ടോ കണ്ടോ, മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നത് ചേച്ചി കണ്ടോ? ചേച്ചിയുടെ ഇരട്ടപെറ്റ സഹോദരി പ്രഭാവതിയും നിഷ്കളങ്കതയുടെ പ്രതിരൂപമായ നന്ദകുമാരനും കൂടി ചേർന്നാണ് ദേവികയെ പ്രേരിപ്പിച്ച് പ്ലാന്റിന് അനുമതി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ചേച്ചിക്ക് ഒന്നും പറയാനില്ലേ? അതോ ദേവിക വിളിച്ച് പറഞ്ഞതറിഞ്ഞ് ചേച്ചിയുടെ ബോധം പോയോ? ന്യൂസ് അറിഞ്ഞ് ചേച്ചി അങ്ങ് ഷോക്കായി അല്ലേ? ചേച്ചി പറയുമല്ലോ, ആരെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന്. വിശ്വസിക്കരുത് ചേച്ചി, വിശ്വസിക്കരുത്. എന്നെയും ചേച്ചിയും പോലുള്ള കുറച്ചു പേരേ ഉള്ളൂ നാട്ടിൽ നല്ലവരായിട്ട്. നീ പെട്ടെന്ന് നല്ലവനാവല്ലേ ത്യാഗരാജ? ഈ പ്ലാന്റിന് അനുവാദം കൊടുക്കാൻ നീയും രാധാകൃഷ്ണ മിനിസ്റ്ററും ഒക്കെ ദേവിയെ സ്വാധീനിക്കാൻ നോക്കിയില്ലേ? ചേച്ചി, ചേച്ചിയാണ് സത്യം. എന്റെ തല തൊടണ്ട. ഇനി പറ, പ്ലാന്റിന് വേണ്ടി ദേവിയെ സ്വാധീനിക്കാൻ നോക്കിയില്ലെന്ന് പറ. രാധാകൃഷ്ണ മിനിസ്റ്റർ സ്വാധീനിച്ചിട്ടില്ലെന്ന് പറ. തല തൊട്ട് പറ. അത് ശരി, ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? ഞാൻ പണ്ടേ ഒരു തല്ലിപ്പൊളി തന്നെയാ. തല്ലും അതുപോലെ തല്ല് കൊള്ളും ചെയ്യും. അത്യാവശ്യം കൊല്ലണമെങ്കിൽ കൊല്ലുകയും ചെയ്യും. അതൊക്കെ പണ്ട്. അങ്ങനെയുള്ള ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും കൈക്കൂലി വാങ്ങിക്കാൻ ശ്രമിച്ചാലും ഒക്കെ അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ യഥാർത്ഥ ക്രൈം ഏതാ ചേച്ചി? നല്ലവരായിട്ടുള്ള ഇമേജിൽ നടന്നിട്ട് കുഴപ്പങ്ങൾ ചെയ്തു കൂട്ടുക, അവരെയാണ് അകറ്റി നിർത്തേണ്ടത്. ചന്ദ്രോത്തുകാരെ വെച്ച് നോക്കിയാലേ ഞാൻ ഹരിചന്ദ്രനാ ചേച്ചി, ഹരിചന്ദ്രൻ. ഇനിയും ചേച്ചി കേട്ടോ, ഇങ്ങനെ ഒരു പ്ലാനിന് പെർമിറ്റ് കൊടുക്കാൻ ദേവികയെ പ്രേരിപ്പിക്കണമെങ്കിൽ ചന്ദ്രോത്ത് എത്ര ലക്ഷങ്ങളായിരിക്കും മറിഞ്ഞിട്ടുണ്ടാവുക? KK നായരുടെ പ്ലാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ചന്ദ്രോത്ത് കഞ്ഞി വേവാതിരിക്കുന്നില്ലല്ലോ. ചേച്ചി, ചന്ദ്രോത്തുള്ള എല്ലാരും കൂടി ചേർന്നുള്ള ഒത്തുകളിയായത്. KK നായരുടെ കാര്യം നമ്മൾ അറിഞ്ഞു. ഇതുപോലെ അറിയാത്ത എത്ര കമ്പനികൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ടാവും. എന്തിനാവും പ്രഭാവതി നന്ദനും ദേവിക ഇങ്ങനൊരു കാര്യത്തിന് നിർബന്ധിച്ചത്? കാശിന്, അല്ലാതെന്ത്? ചേച്ചി, ചേച്ചി കണ്ടിരുന്ന ചന്ദ്രോത്തല്ല ഇപ്പോഴത്തെ ചന്ദ്രോത്ത്. അതുകൊണ്ടൊന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്.
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ മോളെ? എല്ലാം ഉള്ളിലൊതുക്കി ഇത്ര കാലം എങ്ങനെ കഴിഞ്ഞു? അച്ഛനോട് പറയാറുന്ന എന്താ? അമ്മയുടെയും നന്ദുവിന്റെയും വാക്കുകൾ ഓർമ്മിച്ചിട്ടാ അച്ഛ ഒന്നും ഞാൻ അച്ഛനെ അറിയിക്കാതിരുന്നേ. വിഷമം ഞാൻ സഹിച്ചാലും കുടുംബത്തിലൊരു പ്രശ്നവും പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നു. മറ്റുള്ളവരുടെ മുൻപില് അച്ഛനെ നാണം കെടുത്തിയതിലായിരുന്നു എന്റെ കുറ്റബോധം അത്രയും. അച്ഛന്റെ മുൻപിൽ വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിരുന്നു. നന്ദു അമ്മയോ എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ വല്ലാതെ ആശിച്ചിരുന്നു. പിന്നെ തീരുമാനിച്ചു ഒക്കെ ഞാൻ തന്നെ അങ്ങ് സഹിക്കാന്ന്. മോളെ, സോറി അച്ഛ, എന്നോട് പൊറുക്കണം. മോളെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. സത്യത്തിൽ ഞാൻ നിന്നോട് വലിയ അകൽച്ച കാണിച്ചു. എനിക്കറിയാം എത്രമാത്രം വേദനിച്ചിട്ടാവും എന്നോട് അച്ഛൻ ദേഷ്യപ്പെട്ടതെന്ന്. പക്ഷെ മോളെ, ആരൊക്കെ നിർബന്ധിച്ചാലും നിന്റെ മനസ്സ് മാറാൻ പാടില്ലായിരുന്നു. അതെ, അച്ഛൻ പറയുന്നത് നേരെ. ഞാൻ ശ്രമിച്ചതാ. പക്ഷെ അച്ഛ അവസാനം ഒപ്പിടുകയല്ലാതെ വേറെ മാർഗമില്ലാതായി പോയി. പ്രഭയും നന്ദനും ഇത്രയും നിന്നെ നിർബന്ധിക്കാൻ എന്താ കാരണം? അതെനിക്കറിയില്ല അച്ഛ. ഒരു കള്ളമോ അഴിമതിയോ ചെയ്യാത്തവരായിരുന്നു രണ്ടുപേരും. തെറ്റായ രീതിയിൽ ഒരു നേട്ടം അവർ ആഗ്രഹിക്കുന്നുമില്ല. ആ അവരെന്തിനാ ഇതിന് വാശി പിടിക്കുന്നത്? കെവിന്റെ ആളാണ് KK നായരെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതെനിക്കത്ര വാസ്തവമായിട്ട് തോന്നുന്നില്ല. മോള് വിഷമിക്കണ്ട, അത് എനിക്ക് വിട്ടേക്ക്. എന്താണ് എന്റെ പറയില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അച്ഛാ, എന്നെ ഇപ്പൊ പേടിപ്പിക്കുന്നത് ഇതല്ല, മറ്റൊരു കാര്യം. എന്താ മോളെ? ഗവൺമെന്റിന്റെ പാർപ്പിട പദ്ധതിയില്ലേ? ആ അതെ. അതിന്റെ ഫയല് കാണുന്നില്ല അച്ഛാ. എന്താ മോളെ? അതിന്റെ ഫയലും CM എന്നെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ഒന്നുകൂടൊന്ന് സ്റ്റഡി ചെയ്യാൻ. അത്രയും വിശ്വസിച്ചിട്ടായിരുന്നു ഫയൽ എനിക്ക് തന്നത്. ആ ഫയല് കാണാതായിരിക്കും അച്ഛാ. കാണാതായെന്ന് വെച്ചാ എവിടുന്ന് കാണാതായി? എങ്ങനെ കാണാതായി? കാണാതായിരിക്കുന്നത് ഇവിടുന്ന് തന്നെയാ. ഇവിടുന്നോ? അതെ, ഞങ്ങളുടെ മുറിന്ന്. നിങ്ങളെ മുറിന്ന് കാണാതായെന്ന് വെച്ചാ അത് ഇവിടെ ഉള്ളവരെടുത്തെന്നാണോ? ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുക ഞാൻ. ആ ഫയൽ എവിടെ പോയിന്ന് ഒരു ഊഹവും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഹലോ, എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നത്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? വേണ്ട. വിശക്കുന്നുണ്ടോ? മോന് വേണ്ടി അമ്മ എന്തോ സ്പെഷ്യൽ ഉണ്ടായിക്കൊണ്ടിരിക്കുവോ? ഒരു 5 മിനിറ്റ്. എന്താ മുരളിയേട്ടാ? നീ ഇവിടെ ഇരിക്ക. എന്ത്? എനിക്ക് കുറച്ച് സംസാരിക്കണം. എനിക്ക് അടുക്കള കുറെ പണിയുണ്ട്. കുറച്ചേരം നീ ഇവിടെ ഇരിക്ക. ചേടാ, ഇത് കൊള്ളാലോ. പറയാം. എന്താ ഈ സമയത്തൊരു പ്രണയം പോലെയൊക്കെ? പ്രണയത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊക്കെ ഉണ്ടോ? ശരി, പ്രണയത്തിന് സമയമില്ല, എനിക്കും സമയമില്ല. എന്നാലും കേക്കട്ടെ, പറയ്. ഇതിപ്പോ ഞാൻ എങ്ങനെ പറയൂന്ന്? എന്താ മാഷെ മനസ്സില്? പ്രണയം തലയ്ക്ക് പിടിച്ച തന്നെയാ? ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വികാരമാണ് പ്രണയം, അല്ലേ? പ്രണയിക്കുമ്പോ നമ്മളെല്ലാം മറക്കും.
ബന്ധുക്കളെ മറക്കും, വീട്ടുകാരെ നാട്ടുകാരെ മറക്കും, അച്ഛനമ്മമാരെ മറക്കും. അവിടെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രണയിക്കുന്നവർ പ്രവർത്തിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ തന്നെയാ. നിന്റെ അച്ഛനും അമ്മയും എത്ര നാളുകൾക്ക് ശേഷം എന്നെ അംഗീകരിച്ചത്? അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? അല്ല, പ്രേമിച്ച് വിവാഹം കഴിച്ച ജീവിതത്തിലേക്ക് വരുന്നവരും മറ്റുള്ളവർ പ്രണയിക്കുന്നത് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ നിൽക്കാറില്ല. ശരിയല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ട ആരാ ഇപ്പൊ പ്രേമിക്കുന്നേ? ശാരിക. ശാരിക ആരെയോ പ്രണയിക്കുന്നുണ്ട് ഗൗരി. അതുകൊണ്ട് നവീനുമായിട്ടുള്ള കല്യാണം നീട്ടിക്കൊണ്ടു പോകുന്നത്. ഓ, അഭിനയം എന്തായാലും ഭീകരായിട്ടുണ്ട്. എന്തൊരു ഒറിജിനാലിറ്റിയാ. ഇങ്ങനെ എന്നെ വരട്ടിയാ ഞാനങ്ങ് വരണ്ടു പോകുമെന്ന് വിചാരിച്ചോ? നീ വരണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ശാരിക ഇത് പറയുമ്പോ ഞാൻ വരണ്ടു. മുരളിയേട്ടാ, കള്ളമല്ലേ പറയുന്നേ? എന്നെ പറ്റിക്കാൻ പറയുന്നതല്ലേ? ഞാൻ എന്റെ ഗൗരിയോട് കള്ളം പറയൂ? സത്യ ഗൗരി, ശാരിക ഒരാളെ പ്രേമിക്കുന്നുണ്ട്. എന്നോട് തുറന്നു പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? എനിക്ക് ഇപ്പൊ തന്നെ അവരുടെ വീട്ടിൽ പോണം. എനിക്ക് ശാരിയോട് ഇപ്പൊ തന്നെ ചോദിക്കണം. അമ്മേ, ആരോടും ചോദിക്കാനും പറയാനൊന്നും പോണ്ട. സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ സംസാരിച്ചു. വഴക്ക് പറയും ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്തു. വഴക്ക് പറഞ്ഞെന്നോ ഗുണദോഷിച്ചെന്നോ? അവളുടെ കവാലക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാൻ വേണ്ടത്. പല്ലടിച്ച് താഴെ ഇടണം. നമ്മളെയൊക്കെ തൃണമൂലല്ലേ അവള് കരുതിയേ? അവളാരെ വലിയ കോയിത്തമ്പരാട്ടിയാ? എനിക്ക് ചോദിച്ചേ പറ്റൂ. അവളെ എവനെ വേണി പ്രേമിച്ചോട്ടെ, പക്ഷെ നമ്മളെ വെറും മണ്ടന്മാരാക്കി. എല്ലാവരും കൂടി ഉടുത്തൊരുങ്ങി അങ്ങോട്ട് പോകുന്നു, പിന്നെ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. കാള വാരി വെക്കുന്ന എന്തിനാന്ന് നമുക്കറിഞ്ഞൂടെ? കള്ളി, കരിങ്കള്ളി. ഒന്ന് നിർത്തമ്മേ. ഞാൻ നിർത്താം. ചെറുക്കനായിട്ടേ നിങ്ങളെ കഴിഞ്ഞുള്ള ബന്ധം എനിക്കുള്ളൂ. കെട്ടുവോ കെട്ടാതിരിക്കോ ഒക്കെ നിങ്ങളായിട്ട് അങ്ങ് തീരുമാനിച്ചോ. പക്ഷെ മറ്റുള്ളവരെ പറ്റിച്ചില്ലേ? അങ്ങനെ ഞാനും പറ്റിക്കപ്പെട്ടു പോയി. അതെനിക്ക് അവളോട് ചോദിക്കണം. ചോദിച്ചേ പറ്റൂ. ഗൗരി, നീ വിഷമിക്കണ്ട. ഞാൻ അവളെ വെറുതെ വിടില്ല. അവള് MLA അല്ല, മന്ത്രിയുടെ മോളായാലും ശരി. ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. വേണ്ടമ്മേ, നമുക്കിത് വിട്ടേക്കാം. ബഹളമൊന്നും വേണ്ട. വീട്ടില് ഞാനും മുരളിയേട്ടനും കൂടി പറഞ്ഞു മനസ്സിലാക്കാം. നവീനോടും പറയാം. മുരളിയേട്ടാ, ദേവികയും നന്ദനും ഒക്കെ നമ്മളും ഒക്കെ കൂടെയുള്ള ബന്ധം വെച്ചാ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയത്. അമ്മ പറഞ്ഞതുപോലെ എനിക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയും അവള് കണ്ടുപിടിച്ച ആളിനെ തന്നെ അവള് വിവാഹം കഴിക്കട്ടെ. പിന്നെ അവള് കണ്ടുപിടിച്ച ആള് ഏതെങ്കിലും അലവിലാതി പാർട്ടിയായിരിക്കും അവള് കണ്ടുപിടിച്ചത്. ജോലിയും കൂലിയൊന്നും കാണില്ല. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാ. മര്യാദക്കാരെയും ജോലിക്കാരെയും ഒന്നും കണ്ണി പിടിക്കില്ല. തല്ലിപ്പൊളികളെ കണ്ടാലേ പ്രേമം വരൂ. ആരെയാ മുരളിയേട്ട അവള് പ്രേമിക്കുന്ന? അതെത്ര ചോദിച്ചിട്ട് അവള് പറഞ്ഞില്ല.
അവൾക്കെല്ലാം നമ്മളോട് നേരത്തെ അറിയിക്കായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും മുരളേട്ടനോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അവള് പറയാത്തത് പേടി കൊണ്ടായിരിക്കും. അത് നമുക്ക് ഊഹിക്കാൻ പറ്റും. എല്ലാവരുടെയും പ്രതികരണം പേടിച്ച് അവളെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചു. എന്നോട് പോലും ഈ അടുത്ത സമയത്താ പറഞ്ഞത്. നമുക്ക് നവീന് വേണ്ടി മറ്റൊരാളെ നോക്കാം. നല്ലൊരു പെങ്കുച്ചിനെ കണ്ടുപിടിച്ച് സൂപ്പർ കല്യാണം നടത്തണം. നോക്കിക്കോ, കുറച്ച് വർഷം കഴിയട്ടെ, ഒരു കൊച്ചിനും കൊടുത്തിട്ട് ഇപ്പൊ പ്രേമിച്ചവൻ അങ്ങ് മുങ്ങും. എന്നിട്ട് അവള് തേരെപ്പാരെ നടക്കും. അപ്പൊ നവീനും ഭാര്യയും ജീവിക്കുന്ന കണ്ടിട്ട് അവൾ അസൂയപ്പെടച്ചേ. അമ്മ അങ്ങനൊന്നും പറയല്ലേ. ഈ കേട്ടത് എനിക്കും വലിയ വിഷമം തന്നെയാ. പക്ഷെ പ്രേമിച്ചവനെ വിവാഹം കഴിച്ച് അവള് സുഖമായിട്ട് ജീവിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് മുരളേട്ടനോടുള്ള പ്രണയം പോലും പ്രണയമല്ലാതാവും. അല്ല, ഒന്നോർത്താൻ നന്നായി. എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ നവീന്റെ തലയിൽ കെട്ടിവെച്ചിരുന്നെങ്കിലോ? പാവം, നവീനോട് കാണിക്കുന്നത് കൊടിച്ചതിയാവില്ലേ? രക്ഷപ്പെട്ടു, നവീന് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഓ, അവൾക്കൊന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങായിരുന്നു. ഓർക്കിലും എന്റെ സമാധാനം കളയാനായിട്ട്. എന്താ വല്ലാതിരിക്കുന്നെ? എന്തു പറ്റി? ഫയൽ വാങ്ങിക്കോ. വേണ്ട നന്ദൻ. നന്ദന്റെ മുഖം കണ്ടാലറിയാം നന്ദന് വിഷമവും കുറ്റബോധവും ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ നന്ദൻ വിഷമിച്ചിട്ട് എനിക്കൊരു സന്തോഷവും വേണ്ട. ഏയ്, അങ്ങനല്ല ബെല്ല. ഈ ഫയൽ നഷ്ടപ്പെടുന്നത് കാരണം ദേവിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എനിക്കൊരു കുഴപ്പം വന്നാലും അവൾ സേഫായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ തന്നെ അവളെ ചതിക്കുന്നു എന്ന് ആലോചിക്കുമ്പോ. അതെ നന്ദൻ, ദേവിയേക്ക് ഒരു വിഷമം ഉണ്ടാക്കണ്ട. ടെൻഷൻ മുഴുവൻ ഞാൻ ഏറ്റോളാം. ഋഷിയുടെ കേസ് എന്തെങ്കിലും പുറത്തു വന്നാ അന്ന് ഞാനും പാപ്പനും ഒക്കെ പെടും. സാരമില്ല, നന്ദന് വേണ്ടിയല്ലേ, ഞാനത് സഹിച്ചോളാം. അയ്യോ ബെല്ല, ബെല്ലയ്ക്ക് ഞാൻ കാരണം ഒരു അപകടം വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഫയൽ വാങ്ങ, ഞാൻ സന്തോഷത്തോടെ തരുന്നത്. സത്യം? സത്യം. പക്ഷെ മുഖത്ത് ഒരു ചിരിയും ഇല്ലല്ലോ. എനിക്ക് സന്തോഷം തന്നെയാ. ചിരിയോടെ നിൽക്കുന്ന നന്ദനെ കാണാൻ എന്ത് രസാന്നറിയോ? ഇനി ഞാനിത് നന്ദനെ തിരികെ ഏൽപ്പിക്കാം. അല്ല, അതെന്തിനാ? എനിക്ക് വേണ്ടി നന്ദൻ ഇത് സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കുന്നതിനേക്കാളും സേഫ് ആയിരിക്കും ഇത് നന്ദന്റെ കയ്യിലിരിക്കുമ്പോ. ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് നന്ദൻ ഇത് എത്തിച്ചു തരണം, ലോകത്തിന്റെ ഏത് കോണിലായാലും. വിശ്വസിച്ചോ? ബെല്ല ആവശ്യപ്പെടുമ്പോ ഇത് ബെല്ലയുടെ കയ്യിൽ കിട്ടിയിരിക്കും. ബെല്ലയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സോറി നന്ദൻ, എനിക്ക് വാക്ക് തന്നത് കേട്ടപ്പോ പെട്ടെന്ന് ഞാനങ്ങ് സ്വയം മറന്നുപോയി. ഐ എം റിയലി സോറി. എനിക്കറിയാം. പക്ഷെ ബെല്ല ദേവിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു കുഞ്ഞു കാര്യം പോലും ഞാൻ അവളെ മറിച്ച് ചെയ്തിട്ടില്ല.
പക്ഷെ ഇപ്പൊ നടക്കുന്നേക്ക് ആലോചിക്കുമ്പോ ഒരു രീതിയിലും അവളെ വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല. പാവം അവള്. എനിക്ക് വേണ്ടി അവള് ജീവിക്കുന്നേ. ഞാൻ അവക്ക് വേണ്ടി